ഹായ്, എല്ലാവർക്കും നമസ്കാരം. തൃച്ചങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഭഗവതി ഇന്ന് തൃപ്പൂത്തായി. ആറാട്ട് ഈ മാസം ജൂൺ 20-ാം തീയതി മിത്രപ്പുഴക്കടവിൽ വെച്ച് നടക്കുന്നതാണ്. അതായത് പൊതുവെ ചെങ്ങന്നൂരമ്മ തൃപ്പൂത്തായി എന്ന് അറിയപ്പെടുന്ന ഈ പ്രതിഭാസം കേരളത്തിലുള്ള ഒട്ടുമിക്ക വിശ്വാസികൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായി ദേവിയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഈ സമയത്ത് തന്നെ ഭഗവതി തൃപ്പൂത്തായത് എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. തൃപ്പൂത്ത് എന്തുവാണെന്ന് അറിയാത്ത സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയാം. എൻ്റെ നാടായ ചെങ്ങന്നൂരിലെ ഏതൊരു കുഞ്ഞിനും അറിയാവുന്നൊരു കാര്യമാണ് ഭഗവതി തൃപ്പൂത്തായി എന്ന് പറഞ്ഞാൽ. എന്നാൽ ദൂരസ്ഥലങ്ങളിലുള്ള കുറച്ചു പേർക്കെങ്കിലും ഇത് അറിയാത്തതുണ്ട്. അതായത് സ്ത്രീകൾക്കുണ്ടാകുന്നത് മാതിരി ഭഗവതിക്ക് ഇടയ്ക്കുണ്ടാവുന്ന ആർത്തവത്തിനെയാണ് തൃപ്പൂത്ത് എന്ന് പറയുന്നത്. വിശ്വാസമുള്ളവർ ഇത് ഭക്തിപുരസരം ആചരിക്കുമ്പോൾ ഇതിനെ തള്ളി പറയാറുമുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളിൽ പലർക്കും തോന്നും, ഈ 20-ാം നൂറ്റാണ്ടിലും ദേവി തൃപ്പൂത്തോ, എന്തൊരു പ്രതിഭാസമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഇതൊരാഘോഷം തന്നെയാണ്, വിശ്വാസവുമാണ്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി ധാരാളം കഥകൾ നിലവിലുണ്ട്. ഞങ്ങളൊക്കെ ജനിച്ചു വീണ കാലം തൊട്ട് ഇതിനെക്കുറിച്ചുള്ള അനേകം കഥകൾ കേൾക്കുന്നുണ്ട്. തൃച്ചങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തന്നെ മെയിനായിട്ട് പരമശിവനാണെങ്കിലും ഭഗവതിയും അവിടെ പടിഞ്ഞാറോട്ട് കുടികൊള്ളുന്നുണ്ട്. അതിനും തന്നെ ഒരു കഥയുണ്ട്. പണ്ട് മഹാദേവനും ഭഗവതിയും കൂടെ വസിക്കുന്ന കാലത്ത് ഭഗവതി ഒരിക്കൽ കുളിക്കാൻ പോയി എന്നും ആ സമയം മഹാദേവൻ ഗംഗാദേവിയുമായി സല്ലപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് നാരദന് കുശുമ്പിളകി നാരദന്റെ തനി സ്വഭാവമായ പരദൂഷണം പറയാൻ വേണ്ടി കടവിൽ ചെല്ലുകയും ഭഗവതിയോട് അവിടെ ശിവൻ ഗംഗയുമായി സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം അറിയിക്കുകയും കോപിച്ച ഭഗവതി അവിടുന്ന് ചാടിത്തുള്ളി വന്ന് ഭഗവാന് ഓപ്പോസിറ്റായിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഇരിക്കുകയാണെന്നും ഒരു കഥയുണ്ട്. ഇവിടെ കുടികൊള്ളുന്ന പരമശിവൻ കിഴക്കോട്ടും ഭഗവതി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പടിഞ്ഞാറോട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ തൃപ്പൂത്താറാട്ടിനെ പറ്റി തന്നെ വലിയൊരു കഥ നിലവിലുണ്ട്. അതിന് ഉദാഹരണമായി ഞങ്ങൾ ഇന്നും കാണുന്നത് ദേവിയുടെ കയ്യിലുള്ള ഒരു കാപ്പാണ്. ഞങ്ങളൊക്കെ ഈ കഥകൾ വർഷങ്ങളായി കേൾക്കുന്നതാണെങ്കിലും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരു പോസ്റ്റ് കണ്ട് അതിലെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വിവരിക്കുകയാണ്. മെൻട്രോ സാഹിബും ചെങ്ങന്നൂർ ദേവിയും ഒരു പ്രശസ്ത ചരിത്രം. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറെ പ്രസിദ്ധമായ ഒരു ചരിത്രമുണ്ട്. ഇതാണ് ചരിത്രം. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന കേണൽ ജോൺ മെൻട്രോ സാഹിബ് ഒരിക്കൽ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ തൃപ്പൂത്താറാട്ട് എന്ന ആചാരത്തെക്കുറിച്ച് കേട്ടു. ഭഗവതിക്ക് ആർത്തവം ഉണ്ടാകുന്നു എന്ന വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആയതിനാൽ ആ ചടങ്ങുകൾക്കായി നൽകിയിരുന്ന സാമ്പത്തിക സഹായം നിർത്തിവെച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം മെൻട്രോ സാഹിബിൻ്റെ ഭാര്യയ്ക്ക് അസാധാരണമായ രക്തസ്രാവം ആരംഭിച്ചു. എന്നാൽ ഇംഗ്ലീഷ് ഡോക്ടർമാരും വൈദ്യന്മാരും ചികിത്സിച്ചിട്ടും രോഗം ഭേദമായില്ല. ദിവസങ്ങൾ കടന്നുപോയതോടെ സാഹിബ് വലിയ വിഷമത്തിലായി. പല ചികിത്സകളും നടത്തിയിട്ടും രോഗം മാറിയില്ല. ഒടുവിൽ ചിലർ ഇത് ചെങ്ങന്നൂർ ദേവിയുടെ അപ്രീതിയാകാമെന്ന് ഉപദേശിച്ചു. ചെങ്ങന്നൂർ ഭഗവതിയുടെ തിരുപ്പൂത്ത് ചടങ്ങുകൾ തടഞ്ഞതിൻ്റെ ദോഷഫലമായിരിക്കാം ഇത്. ദേവിയോട് പ്രാർത്ഥിച്ച് പഴയ സഹായം പുനഃസ്ഥാപിക്കൂ. അപ്പോൾ മെൻട്രോ സാഹിബ് ഭഗവതിയോട് പ്രാർത്ഥിച്ച് ഭാര്യയുടെ രോഗം മാറിയാൽ തൃപ്പൂത്താറാട്ട് ചടങ്ങുകൾ നടത്തുവാൻ സ്ഥിരമായ ധനസഹായം നൽകാമെന്ന് നേർച്ച നേർന്നു. ഐതിഹ്യമനുസരിച്ച് അതിനുശേഷം ഭാര്യയുടെ അസുഖം മാറി. നന്ദി സൂചകമായി അദ്ദേഹം ഒരു ട്രസ്റ്റ് സ്ഥാപിക്കുകയും ഭഗവതിക്ക് 2 സ്വർണ്ണവളകളും അരപ്പട്ടയും സമർപ്പിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. ഇന്നും മലയാളം കൊല്ലവർഷത്തിലെ ആദ്യത്തെ തൃപ്പൂത്താറാട്ട് ദിവസം സായിപ്പ് സമർപ്പിച്ച തിരുവാഭരണങ്ങൾ ദേവിക്ക് ചാർത്താറുണ്ട്. സായിപ്പ് നിക്ഷേപിച്ച പണത്തിൻ്റെ പലിശയിൽ നിന്നുമാണ് മലയാള വർഷത്തിലെ ആദ്യത്തെ തൃപ്പൂത്താറാട്ടിൻ്റെ ചിലവ് നടന്നു വരുന്നത്. ഇന്നും പറയപ്പെടുന്ന വിശ്വാസം. ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ തൃപ്പൂത്താറാട്ട് മഹോത്സവവുമായി ബന്ധപ്പെട്ട് മെൻട്രോ സാഹിബിൻ്റെ ഈ കഥ ഇന്നും ഭക്തിപൂർവ്വം പറയാറുണ്ട്. ദേവിയുടെ മഹത്വത്തിൻ്റെയും ഭക്തിയുടെയും ശക്തിയുടെയും ഉദാഹരണമായാണ് ഈ ഐതിഹ്യം കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ക്ഷേത്ര പരമ്പരയിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണിത്. കൊല്ലവർഷത്തിലെ 4ാമത്തെ തൃപ്പൂത്താറാട്ടാണ്
ഇപ്പോൾ നടക്കുന്നത്. പണ്ടൊക്കെ വളരെ ആഘോഷത്തോട് ധാരാളം ആനകളുടെ അകമ്പടിയോട് രാവിലെ മുതൽ തുടങ്ങുന്ന ചടങ്ങ് ഉച്ച കഴിഞ്ഞ് 2 മണി വരെ തുടർന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നിയമവും ചൂട് കാലാവസ്ഥയും കാരണം തൃപ്പൂത്താറാട്ട് അതിരാവിലെ തന്നെ കടവിലേക്ക് എഴുന്നള്ളിക്കുന്നതും 10 മണിക്ക് മുമ്പ് തന്നെ തിരിച്ച് അമ്പലത്തിൽ പ്രവേശിക്കുന്നതുമാണ്. പണ്ട് ഇത് ഒരു ദിവസത്തെ പരിപാടിയായി തന്നെ നടന്നിരുന്നതാണ്. ധാരാളം സ്ത്രീകൾ, കേരളത്തിലുള്ള ധാരാളം സ്ത്രീകൾ ഈ തൃപ്പൂത്താറാട്ടിൻ്റെ ദിവസം രാവിലെ മുതൽ താലപ്പൊലി എടുക്കുവാനും മറ്റുമായി ചെങ്ങന്നൂർ എത്തുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ ഈ വർഷത്തെ 4ാമത്തെ തൃപ്പൂത്താറാട്ടിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.